സ്മൂത്തായിട്ട് ചെയ്തോണ്ടിരുന്നതാണ്. ഇനിയിപ്പോ ഇത്രയും റെസ്ട്രിക്ഷൻ വന്ന സ്ഥിതിക്ക് വക്കീലണ്ണ നിങ്ങൾ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കണത്? ഇതിന് പറയണ്ടേ, ബാർ കൗൺസിൽ പുതിയ നിയമം പാസ്സാക്കിയത് അറിഞ്ഞില്ലേ? വക്കീലന്മാരിനി റീൽസ് ഒന്നും ഇടാൻ പാടില്ല. അതങ്ങനെ ശരിയാവണ്ട. സാധാരണക്കാർക്ക് നിയമം പറഞ്ഞു കൊടുക്കണം, നിയമ അവബോധനം നടത്തണമെന്നൊക്കെ ഭരണഘടന വക്കീലന്മാർക്ക് അവകാശം നൽകിയിട്ടുണ്ടല്ലോ. അവിടെയാണ് ട്വിസ്റ്റ്. സാധാരണ ജനങ്ങൾക്ക് നിയമം പറഞ്ഞു കൊടുക്കുന്നത് ഒരു നിയമവും തടഞ്ഞിട്ടില്ല. ബാർ കൗൺസിൽ അങ്ങനെ ചെയ്യേയില്ല. തടഞ്ഞത് കോട്ടും ഗൗണൊക്കെ ഇട്ടുകൊണ്ട് കോടതി പരിസരത്ത് വെച്ച് റീൽസ് ചെയ്യുന്നതിനെയാണ്. വക്കീലെണ്ണം പണ്ടേ അത് വിട്ടതാണ്. കോടതിയെ അപമാനിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന റീലുകൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഫേക്കായിട്ട് ജഡ്ജിമെന്റ് ഉണ്ടാക്കുക, ഫേക്കായിട്ട് വക്കീലന്മാരെയും ജഡ്ജിമാരെയും AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് രംഗങ്ങൾ സൃഷ്ടിക്കുക, അതും ചെയ്യാൻ പാടില്ല. പിന്നെ ക്ലയൻസിന്റെ പേരോ അഡ്രസ്സോ ഫേസോ ഒന്നും കാണിക്കരുത്. അവരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയരുത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോണതും വരണതും, അതുപോലെ തന്നെ വക്കീൽ ഓഫീസിലെ ഇന്നത്തെ എന്റെ ദിവസം, ഇന്ന് ഈ ക്ലയന്റ് വന്നു, ആ ക്ലയന്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് സെൽഫ് പ്രൊമോഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പുതിയ റൂൾസ് പ്രകാരം തടഞ്ഞിട്ടുള്ളത്. അപ്പൊ അണ്ണാ, വക്കീലന്മാർക്ക് എങ്ങനെയൊക്കെയുള്ള റീൽസുകൾ എടുക്കാം? ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ജഡ്ജ്മെന്റ് പരിചയപ്പെടുത്തുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഏതെങ്കിലും ഒരു നിയമക്കുരുക്കിൽ നിങ്ങൾ പെട്ടുപോയാൽ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ കോടതിയെയും നിയമത്തെയൊക്കെ പരിഹസിക്കാത്ത രീതിയിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വസ്തുതാപരമായിട്ട് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പം വക്കീലണ്ണൻ ഈ റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിട്ട് റീൽസ് ചെയ്യാൻ പറ്റുമോ? സ്മൂത്തായിട്ട് ചെയ്തോണ്ടിരുന്നതാണ്. ഇനിയിപ്പോ ഇത്രയും റെസ്ട്രിക്ഷൻ വന്ന സ്ഥിതിക്ക് പൂർവാധികം ശക്തിയോടെ ചെയ്യാന്ന് അത് വിളിച്ചു. അപ്പൊ ആണ് ഈ BCA റൂൾസ് എങ്ങനെ കിട്ടുമെന്ന എന്റെ റീൽസിന്റെ അടിയില് BCA റൂൾസ് എന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അയച്ചുതരാം.